തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും MC റോഡ് ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ മാറ്റാൻ പോലീസ് ബലപ്രയോഗം നടത്തിയതോടെ സ്ഥലത്ത് സംഘർഷമുണ്ടായി. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ മുന്നിലെ MC റോഡാണ് മരിച്ച കുന്നുമൽ സ്വദേശി രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും ഉപരോധിച്ചത്. പോലീസ് ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയോടെ നാട്ടുകാരും ബന്ധുക്കളും പോലീസും തമ്മിൽ സംഘർഷമായി. ഈ മാസം 3-നായിരുന്നു കിളിമാനൂർ പാപ്പാലയിൽ വെച്ച് രജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ അമിത വേഗതയിലെത്തിയ ദാർജി പിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അംബിക 7-ാം തീയതി ചികിത്സയിലിരിക്കെ മരിച്ചു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ രജിത്ത് ആശുപത്രി വിട്ടെങ്കിലും ഇന്നലെ രാത്രി കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അപകടമുണ്ടായ ഉടൻ ജീപ്പിലുണ്ടായിരുന്ന 3 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. വാഹനത്തിൽ മദ്യലഹരിയിൽ അവശനായിരുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും താർ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വാഹനത്തിൽ നിന്നും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ID കാർഡ് കണ്ടെത്തിയെങ്കിലും പ്രതികളെ 15 ദിവസമായിട്ടും പിടികൂടിയിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ആളെ സ്റ്റേഷൻ ജാമ്യത്തിലും വിട്ടു. പോലീസ് കസ്റ്റഡിയിലേക്ക് താർ വാഹനത്തിന് ആരോ തീയിട്ടതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ഇതോടെയാണ് രജിത്തിന്റെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചത്. മരിച്ച ദമ്പതികൾക്ക് 5ഉം 1.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുട്ടികളുണ്ട്. ഉന്നത ബന്ധമുള്ള പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് പരാതി. മീഡിയ 1 തിരുവനന്തപുരം.